എടാ ഇപ്പഴാണ് കറക്റ്റ് ആയി കിട്ടിയത്. ആ മനോഹരമായ സൂര്യനെ കാണൂ, എന്താണ് കായല് കാണൂ, അമ്മ തുഴയുന്നത് കാണൂ. അങ്ങനെ ഞങ്ങൾ ഗൈസ് കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവാണ്. ഓക്കെ. ഹേ ഫാം, അങ്ങനെ രാവിലെ ഒരു 9 മണി 9:15 ഞങ്ങളെല്ലാവരും വർക്കലയിൽ റീച്ച് ആയിട്ടോ. അപ്പോൾ ഈ ജേർണിയിൽ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ നിങ്ങളും എന്തായാലും വേണം. അപ്പോൾ ഡേ 1 അറ്റ് വർക്കല ഫസ്റ്റ് പോയത് ഞങ്ങളൊരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടേക്കാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ല, ഛർദ്ദിച്ച് തീരെ വയ്യാതെ അലമ്പായിരിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോം സ്റ്റേ അവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ വർക്കല വരുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. നിഖിൽ ഹോം സ്റ്റേ ആണ്. പിന്നെ ഞങ്ങൾ ബാഗൊക്കെ വെച്ചിട്ട് ഫുഡ് അടിക്കാൻ വന്നു കേട്ടോ. റൂമിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. ബ്രഹ്മാസോ അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ പേര് എന്നുള്ളതൊക്കെ. ഇവിടുത്തെ അടിപൊളി ഫുഡാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്ക് അടിപൊളി ഓപ്ഷനാണ്. പിന്നെ ഇതാ ഞങ്ങൾ ടീംസ് എല്ലാവരും ഉണ്ട് കേട്ടോ. എന്താ കഴിച്ചുകൊണ്ടിരിക്കണം അമൃത? മസാല ദോശ. നമ്മൾ ഏത് കടയിലാണ് വന്നിരിക്കുന്നത്? ബ്രഹ്മാസ്. ഓ കഴിച്ചോ? എങ്ങനെയുണ്ട്? മസാല കിട്ടി, മസാല നടക്കുന്ന മാറി ഇത് ഭയങ്കര വലിയ റോസ്റ്റില്ലേ, ഗീ റോസ്റ്റ്. എനിക്ക് ചെറുത്ത് മതി. പ്ലെയിൻ ദോശ പറഞ്ഞു. ആ പ്ലെയിൻ ദോശ. അപ്പൊ ചെറുതായിരിക്കില്ലേ? പക്ഷെ എനിക്ക് വേണ്ട, ഗ്യാസ്. അപ്പോൾ ദീ കാണുന്ന വ്യൂ ഉണ്ടല്ലോ, ഞങ്ങളുടെ റൂമിൻ്റെ ടെറസിൻ്റെ മേലെ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ് കേട്ടോ. റൂമിൻ്റെ അടുത്ത് തന്നെ കുറച്ചൊന്ന് നടന്നാൽ മതി, എന്താണ് ബീച്ചുണ്ട് അടുത്ത്. പിന്നെ നമ്മൾ പോകാൻ പോണത് കയാക്കിങ്ങിനാണ് കേട്ടോ പോകാൻ. അപ്പോൾ തോണിയിലൊക്കെ കയറിയിട്ടാണ് പോകാൻ പോണത് കയാക്കിങ്ങിന്. തോണി ഈ കടവിൽ നിന്ന് ആ കടവിലോട്ട് അവരാക്കിത്തരും. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ തോണിയിലിരിക്കുന്നത് കേട്ടോ. ഇത് അങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം, എനിക്ക് ഓർമ്മയില്ലായിരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എല്ലാവരും ഓരോരുത്തരായിട്ട് വരുന്ന ടൈമിൽ തോണി ഒന്ന് ഇളകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. കാരണം മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി ഒന്ന് വൈബാവാൻ പറ്റിയ വ്യൂ ആണ്. തോണി ഇങ്ങനെ മൂവ് ആവുന്ന ടൈമിൽ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് വെണ്ണില ചന്ദനൊക്കെ ഇടും എന്ന് നിൻ്റെ മൊയ്തീനൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഗൈസ്, ഇത് 3 പൊമ്പളകള് ഈ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ ഇതാക്കണേ. നമ്മുടെ അപ്പാപ്പനുണ്ട്, അപ്പാപ്പൻ കോലും ഉണ്ട്. ഇവര് 2 അടി അടിക്കുന്നതെന്ന് തോന്നുന്നു. ഗൈസ്, അവള് വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട്. അവള് പൊന്നാമ്പലാണ് അവളുടെ പാട്ട്, അവളുടെ മൈൻഡില്. പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ, കുഞ്ഞോളം ഉള്ളി വന്നൊരഴകാൽ എൻ മുന്നിൽ മിന്നി വന്ന കവിതേ, പണ്ടത്തെ പാട്ടുറങ്ങും ഒരു മൺവീണയാണെൻ്റെ മാനസം, ബാക്കിയേറെ ഇല്ലല്ലോ എനിക്ക്. ഗൈസ്, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഏത് ഐലൻഡാണ്? ഇതാരാ ബാക്കിൽ? ഇത് അമ്മ തുഴയണോ? അമ്മ വേഗം വേഗം. ഞങ്ങൾക്ക് തുഴയാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അതാ അവിടെ അപ്പവും അർജുനും പൊക്കോണ്ടിരിക്കുകയാണ്. നന്നായി വണ്ടി ഓടിച്ചിട്ട് കാണിക്കുന്നത് അർജുൻ. അത് അപ്പു തുഴയണു. ഞങ്ങൾക്ക് ഈ അങ്കിൾ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ജീവനോടെ. അതെ. അങ്ങനെ ഇതാ കയാക്കിങ് ചെയ്ത് ക്ഷീണിച്ച ഞങ്ങളെ ചേട്ടൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വൈബുള്ള സ്ഥലം അല്ലേ ലച്ചു? അതെ അതെ. നമ്മളിനി നേരെ പോണത് ഇതാ കാണുന്ന ഒരു അവിടേക്കാണ്, ഐലൻഡിലേക്കാണ്. അവിടെ ബോട്ടൊക്കെ വരുന്നുണ്ട്, ഹൗസ് ബോട്ട് വരുന്നുണ്ട്. അമ്മേ,
തൊഴഞ്ഞ് മതിയായിട്ടോ. നമ്മളൊരു ടേൺ എടുത്തത് ഓർമ്മയുണ്ട്. എടുത്ത് കൊണ്ടുപോയി കുത്തി കാട്ടിൻചുള്ളിക്ക്. ഇത് നമ്മളെ കൊണ്ട് അവിടെ പാടിയല്ല. അതെ അതെ. നല്ല വെയിലും ഉണ്ട്, നല്ല വൈബും ഉണ്ട്. ബാക്കിൽ എല്ലാവരും തുഴഞ്ഞു വരികയാണ്. ഞങ്ങളാണ് രാജകീയ ഇതിലാണ് നമ്മൾ പോണത്. അതെ അയ്യോ എടാ ഇപ്പഴാണ് കറക്റ്റ് ആയി കിട്ടിയത്. പാസഞ്ചർ പ്രിൻസസ് ആണ് ഞങ്ങള് അങ്കിളുടെ. അതെ എക്സ്പേർട്ടുകളാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിലെതാ തുഴഞ്ഞ് എത്തിടില്ല. എങ്ങോട്ടാണോ ഗൈസ്? അപ്പൊ നമ്മളിതാ ആ കാണുന്ന ഐലൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്, ഒരു നിഗൂഢതകൾ നിറഞ്ഞ അമ്പലമാണ്. ഭഗവാൻ ചെയ്ത് പറ്റേ മറ്റേ ആമസോൺ കാടുകളിലൂടെ നടന്നു നീങ്ങുകയാണ്. അതാ കുറച്ച് പേര് വഴി തെറ്റി പോണു. ഇവിടെ തുഴഞ്ഞ് എത്തുന്നു. ഞങ്ങൾ വയ്യാത്തവരിനെ ചേട്ടൻ കൊണ്ട് അക്കരയ്ക്ക് എത്തിക്കുന്നു. പക്ഷെ പാവണ്ട ചേട്ടൻ കുറെ നേരമായി, ഞങ്ങൾക്ക് കിട്ടുന്നില്ല, വയ്യ, വയസ്സായി. പക്ഷെ നല്ല വൈബാട്ടോ. വീഡിയോ കൂടെ എത്ര അറിയുന്നുണ്ട് എന്നറിയില്ല. പറയൂ. അതെ ഇങ്ങോട്ട് വരൂ സുഹൃത്തുക്കളെ. ആ പയ്യൻ പറയില്ലേ, നിങ്ങളിത് കാണൂ, ആ മനോഹരമായ സൂര്യനെ കാണൂ, എന്താണ് കായല് കാണൂ, അമ്മ തുഴയുന്നത് കാണൂ സുഹൃത്തുക്കളെ. വീട്ടിൽ പണിയെടുക്കാത്ത അമ്മ ഇവിടെ വന്ന് തുഴയുന്നു. അതെ കപ്പിൾസ് അവിടെ. അതെ കപ്പിൾസ് അവിടെ. അവര് പാവട്ടോ, അതിൽ കൂടെ പോയിട്ട് ഇങ്ങനെ വന്നത്. അവരെത്തി. എടാ അവര് ഭയങ്കര എക്സ്പേർട്ടാണ്. അവര് വേഗം എത്തി. ഇനി നമ്മളെ നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അയ്യോ തുഴഞ്ഞിട്ട് നോക്ക് വരണേ. നമ്മള് മാത്രമാണോ എങ്ങനെ? നല്ല വഴുക്ക്. ചേട്ടൻ കൊണ്ടുപോണ ഈ അമ്പലം കാണാനാണ്. എന്റെ ഫോൺ അപ്പന്റെ ബാഗിലാണ്. അമ്പലം കാണാനല്ലേ? എടാ ജാക്കറ്റ് ഇട്ടിട്ടാണോ? ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. ഗോൾഡൻ ടെമ്പിൾ അല്ല, എന്താണ് ഗോൾഡൻ ഫോറസ്റ്റ് ഐലൻഡ്. ഓക്കെ എന്താണ് ഇത്? തുഴഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. തുഴയാതെയാണ് ഗൈസ്, ഇവള് മാത്രം എടുത്ത് ഞങ്ങളെല്ലാം തുഴഞ്ഞു ഗൈസ്. ഹായ് ഗോയ്സ്, ഞാൻ ഒരു പുതിയ വ്യക്തിയാണ് ഈ വ്ളോഗിൽ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ നമ്മൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലത്തെല്ലാം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഗൈസ്. അതറിയാം, ഒരു ഐലൻഡ് എവിടെയെന്ന് കേരളത്തിൽ ആരും പോവാത്തൊരു പ്രത്യേകതരം ഐലൻഡിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നമ്മുടെ കൂടെ നമ്മുടെ വാണി ഉണ്ട്, വെള്ളം കുടിക്കാൻ ഗൈസ്. അവൾ ഫുള്ള് തുഴഞ്ഞു എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ അവർ കയറ് കെട്ടി വലിക്കുന്നു ഗൈസ്. സത്യത ബാക്കിൽ ഒരു അമ്മച്ചിണ്ട് ഗൈസ്. പുള്ളിക്കാരിയാണ് ഇതിൽ നേതൃത്വം വഹിച്ചത്, കയറെട്ടി വലിക്കാൻ ഗൈസ്. ഗൈസ് ഒരു കാര്യം പറയാണ്, നമ്മൾ ബാംബു ഫോറസ്റ്റിൽ കൂടെ നടന്നു ഗൈസ്. നമ്മുടെ വാണിയാണ് മെയിൻ. വാണി ഇതിൽ ഈ ഫോറസ്റ്റ് ആദ്യമായിട്ടാണ് വാണി കാണുന്നതെങ്കിലും ഭയങ്കര പരിചയമുള്ള പോലെയാണ് അവൾ നടക്കുന്നത് ഗൈസ്. ഗൈസ് നമ്മൾ ദുരൂഹ സാഹചര്യങ്ങളിൽ കൂടെയാണ് നടന്നു പോകുന്നത്. ശ്രദ്ധിച്ചു നോക്കി, അവിടെ എന്തൊക്കെ, അവിടെ ഒരു പ്രേതം. ശ്രദ്ധിച്ചു നോക്കി ഗൈസ്, അവിടെ ഒരാൾ കിടക്കുന്നുണ്ട് കണ്ടോ. എൻ്റെ മോനെ കണ്ട് പേടിച്ചു. നമ്മുടെ വാണി അത് കണ്ട് പേടിച്ചിരിക്കണ ഗൈസ്. ശരിക്കും ആള് കിടക്കുന്നുണ്ട് ഗൈസ്. അതുപോലും കാണാതെ പേടിക്കാനുള്ള ഒരു കഴിവ് പോലും ഇല്ലാതെ പേടിക്കാൻ വേണം ഗൈസ് ഒരു ബുദ്ധി.
അതുപോലും അവൾക്കില്ല ഗൈസ്. എന്റെ വീഡിയോ ഇപ്പൊ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. വയ്യാത്ത ജാതി വയ്യാത്ത ജാതി വയ്യാത്ത ജാതി. പാട്ട് പാടണ്ട, മറ്റേ കോപ്പിറൈറ്റ് വരും. അയ്യോ ഗൈസ്, കോപ്പിറൈറ്റ് വരുന്ന അവൾ അത്രയും മില്യൺ ആൻഡ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അവളുടെ ഇതിൽ കോപ്പിറൈറ്റ് വരുന്നതാണ് അവൾ പറയുന്നത്. ഗൈസ്, അവളൊരു കയ്യിൽ ബോട്ടിലും പിടിച്ച ഒരു വ്യൂ നോക്കിക്കൊണ്ട് നടക്കാണ്. സത്യത്തിൽ ഇവരാരാണ്? ഇതൊക്കെ കാണുമ്പോഴേ മറ്റേ ഒരു പ്രേതാലയം പോലെ. ഗൈസ്, വാണി നമുക്ക് എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഗൈസ്. എനിക്ക് വേണ്ടി എൻ്റെ ബാഗ് ഇവള് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഫുൾ ഗൈസ് ആണ് ഗൈസ്. ഗൈസ്, അർജുൻ ഈ വിഷയത്തിൽ എന്തോ പറയാനുണ്ട്. ഇവിടെ വളരെ നല്ലൊരു ഇതായിരുന്നു. അതെ, ഇതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും ഒരു ഇത് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ലക്ഷ്മിക്ക്. പക്ഷെ ലക്ഷ്മി ഒരു ധാരണയിലാണ് ഇതെങ്ങനെയെങ്കിലും തൊഴിഞ്ഞ് രക്ഷപ്പെടും, കര കയറും. അങ്ങനെ ഇതാ കയാക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇതാ അവിടെ പിള്ളേർ, അതാ ഒരാൾക്കാർ പോണു, അതാ വേറൊരാൾക്കാർ പോണു. ഞാനിവിടെ ഒന്നും ചെയ്യാണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ്, കാരണം വയ്യ. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഞാനൊരു ഇതിലാണ്, ബോട്ടോ ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാനുണ്ടല്ലോ വോയിസ് ഓവർ ഒന്നും ചെയ്തില്ല കേട്ടോ കയാക്കിങ്ങിൻ്റെ അവിടെ, കാരണം ആ വീഡിയോസിൻ്റെ ഭംഗി വോയിസ് ഓവർ ചെയ്തു എന്ന് വെച്ചാൽ പോവും. അപ്പോൾ ആ ഭംഗിയൊക്കെ അങ്ങനെ കിടക്കട്ടെ. ആ മെമ്മറീസ് എന്ന് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എന്താ പറയുക, ആ ഒരു ഭംഗി പോണ്ടെന്ന് വിചാരിച്ചിട്ടോ. നമ്മളിവിടെ എല്ലാം കയാക്കിനെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് കുറച്ച് കരോൾ കുട്ടികളെ കാണുന്നത്. അപ്പൊ അവര് നമുക്ക് വേണ്ടി കുറച്ച് ഗാനമൊക്കെ പാടി. ഫ്ലാഷ് ഒന്ന് ഓൺ ചെയ്യണം. ഇനി തുടങ്ങിയോ? എടാ അടിക്കടാ. 1 2 3 സ്റ്റാർട്ട്. ഗൈസ്, നമ്മളിവിടെ എവിടേക്കാ പോയിക്കൊണ്ടിരിക്കണെന്ന് വെച്ചാൽ, എവിടേക്കാണ് നമ്മൾ പോണത്? ഗൈസ്, നമ്മൾ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ അതാണ് നമുക്ക് അറിയാത്തത്. എവിടേക്കാ പോകുന്നത്? എവിടേക്കാന്ന് വെച്ചാൽ രണ്ട് ഇന്ത്യൻ ലേഡീസുമായിട്ടാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അതെ, ഒരു ഇന്ത്യൻ ലേഡിയുടെ പേര് ഫോറിനേഴ്സും ഇന്ത്യൻ ലേഡീസിനെ നോക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ഫോറിൻ ബോയ്സ് ആണ് നോക്കുന്നത്. ഇന്ന് ഫുള്ള് വർക്കല ക്ലിഫിന്റെ അവിടെ അല്ലേ, വർക്കല ക്ലിഫിന്റെ അവിടെ പരിപാടിയാണ്. അപ്പൊ അത് കാണാൻ പോവാണ്. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇവിടെ പാലക്കാടില് ബീച്ചില്ലാന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ നടന്ന് ക്ലിഫിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ പടക്കമൊക്കെ പൊട്ടിച്ചെല്ലാവരും വൈബാക്കാണ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ അല്ലേ, പിന്നെ അധികം ക്രൗഡഡ് ഏരിയ ഒന്നും അല്ല കേട്ടോ. നമുക്ക് സമാധാനത്തിൽ നടക്കാം, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ രാത്രി ഞാനിങ്ങനെ കഫേസ് കാണുക, എല്ലാവരും പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ട് ചില്ലാവണത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിങ്ങനെ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ കുറേ കഫേസിൽ പരിപാടീസൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ, കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെയാണല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ട് ആസ്വദിച്ചു. പിന്നെ ഷോപ്പിംഗ് ചെയ്യാൻ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിനനുസരിച്ച് നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ബാഗിനും കാര്യങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ആ വഴിക്കൊന്നും ചിന്തിച്ചില്ല, ഷോപ്പിംഗ് ആഗ്രഹമൊക്കെ അവിടെ ഉപേക്ഷിച്ചു കേട്ടോ അതിൻ്റെ റേറ്റൊക്കെ കേട്ടപ്പോൾ. പിന്നെ ക്ലിഫിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. ആ ക്ലിഫിൻ്റെ അവിടെ ലൈറ്റും കാര്യങ്ങളും, പിന്നെ സൈഡിലേക്ക് നോക്കിയ കടലും, അതൊന്ന് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കൂടെ എത്ര അതിൻ്റെ ഭംഗി അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കടലിൻ്റെ തീരത്ത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കും, പാട്ട് പാടും, അതൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മെല്ലെ റൂമിലേക്ക് നടന്ന്, ഇതാണ് റൂം കേട്ടോ.
അപ്പോൾ ഇതാണ് നിയോൺ റൂം കേട്ടോ. നിയോൺ റൂം എന്താണെന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ വരച്ച് വെച്ചിരിക്കുന്ന പിക്ചേഴ്സിനൊക്കെ രാത്രി നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ജീവൻ വരും. നിങ്ങൾ ഈ കാണുന്നില്ലേ, അതന്നെയാണ് കേട്ടോ. ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഫസ്റ്റ് ഡേ കയാക്കിന് പോയി, ക്ലിഫിൽ പോയി. അപ്പോൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ബൈ, ലവ് യു.